സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇത്രയും പഠിച്ച പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും പഠിച്ചു, പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും പഠിച്ചു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് √2 മൈനസ് ഐ ഇൻറ്റു ബ്രാക്കറ്റിൽ 1 മൈനസ് √2i ഈക്വൽ ടു -2i എന്ന് തെളിയിക്കണം. ഇത് LHS, അത് RHS. അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന് തെളിയിക്കാം. √2 മൈനസ് ഐ അതേപോലെ നിർത്തി -i ഇൻറ്റു ബ്രാക്കറ്റിൽ 1 മൈനസ് √2i. അപ്പോൾ √2 മൈനസ് ഐ എടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഈ -i കൊണ്ട് ഈ ബ്രാക്കറ്റിലെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -i ഇൻറ്റു 1 അത് -i വരും. അടുത്തത് -iയും ഈ മൈനസും കൂടെ ചേരുമ്പോൾ നടുക്കത്തെ ചിഹ്നം പ്ലസ് ആകുന്നു. -i ഇൻറ്റു √2i ആണ്. അപ്പോൾ അവിടെ i ഇൻറ്റു i രണ്ട് പ്രാവശ്യമില്ലേ, അതെന്താവും i². അവിടെ i² വരുന്നിട്ട് നമുക്ക് എന്തിട്ട് കൊടുക്കാം, പുട്ട് i² ഈക്വൽ ടു -1 കൊടുക്കാം. അപ്പം വീണ്ടും ഈ ചിഹ്നം എന്താവും, -√2 ആവും. പിന്നെ ഇവിടെ ഒരു -i കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും, -2i ആവും. പിന്നെ ഇവിടെ ഒരു √2 കിടപ്പുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം, നോക്കിക്കോ. ഈ ഒരു സ്റ്റെപ്പാണ് വരുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, √2 - i എന്ന് പറഞ്ഞ ടേം അതേപോലെ നിർത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, -i കൊണ്ട് ഈ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തേത് -i ഇൻറ്റു 1 വരും. ഈ മൈനസും മൈനസും ചേരുമ്പോൾ എന്താ, പ്ലസ് ആവും. പ്ലസ് i ഇൻറ്റു എന്ത് വരും, √2 ഇൻറ്റു i വരും. ഓക്കെ, ആദ്യത്തെ ടേമിനെ നമുക്ക് പ്രത്യേകിച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ടേം -i ആണ്. അടുത്തത് -i ഇൻറ്റു 1 എന്ത് വരും, -i വരും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് അതേപോലെ വന്നു. ഇവിടെയോ, ഇവിടെ i ഇൻറ്റു i എന്താണ്, i² ആണ്. അപ്പോൾ പ്ലസ് √2 i² എന്ന സ്റ്റെപ്പ് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ഈ √2നെ നമ്മൾ അതേപോലെ താഴോട്ട് എഴുതി. ഇവിടെ ഒരു -iയും ഒരു -iയും കൂടെ ചേരുമ്പോൾ എത്ര, -2i ആയിട്ട് മാറി. പിന്നെ i²ന്റെ വില എത്രയാണ്, i² നമ്മൾ കൊടുക്കുന്ന വില -1 ആണ്. അപ്പം ഈ i² വരുന്നിടത്ത് -1 കൊടുത്താൽ ഈ പ്ലസ് മാറി എന്താവും, അതായത് പ്ലസ് √2 i² എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ i²ന്റെ അവിടെ -1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് -1 ഇൻറ്റു √2 ആണ്. അപ്പോൾ എപ്പോഴും -1 ഇൻറ്റു √2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. എന്ത് എഴുതിയാൽ മതി, -√2 എഴുതി. അപ്പോൾ നമ്മൾ -√2 എഴുതി. ഇവിടെ നോക്കിയേ, ഈ പ്ലസ് √2 ഈ -√2 എന്തായിപ്പോൾ ക്യാൻസൽ ആയിപ്പോയിട്ട് ബാക്കി എത്ര കിട്ടും, -2i കിട്ടും. അതാണ് നമ്മുടെ RHS. അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന റിസൾട്ട് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ 2 - 3 ഇൻറ്റു -21 ഈക്വൽ ടു ഓഡേഡ് പെയർ -1, 8. രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ x1, y1 ഇൻറ്റു x2, y2. ഇത് ഓഡേഡ് പെയർ അല്ലേ. ഈ രണ്ട് ഓഡേഡ് പെയറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന റിസൾട്ട് നമ്മൾ എന്താ പഠിച്ചത്, രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചത് x1, x2 മൈനസ് y1, y2, x1, y2 പ്ലസ് y1, x2, x1, y2 പ്ലസ് y1, x2 ആണ്. അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2, -3 -2, 1 ആണ്. അപ്പം x1ന്റെ സ്ഥാനത്ത് 2 കൊടുക്കണം, y1ന്റെ സ്ഥാനത്ത് -3 കൊടുക്കണം. x1ന്റെ സ്ഥാനത്ത് 2, y1ന്റെ സ്ഥാനത്ത് -3, x2ന്റെ സ്ഥാനത്ത് -2 കൊടുക്കും, y2ന്റെ സ്ഥാനത്ത് 1 കൊടുക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും റിസൾട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു x1, x2 എന്ന് വെച്ചാൽ 2 ഇൻറ്റു -2 -4 വരും. മൈനസ് y1, y2 -3 ഇൻറ്റു -1, അപ്പം -3 വരത്തില്ലേ, x1, y2 ആകുമ്പോൾ 2 ഇൻറ്റു 1 2 വരും. പ്ലസ് y1, x2 ആകുമ്പോഴോ -3 ഇൻറ്റു -2 6 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇത് മൈനസും മൈനസും പ്ലസ് ആവും. -4 + 3 -1 വരും, 2 + 6 8 വരും. ഓക്കെ, -1, 8 എന്ന റിസൾട്ട് ഇതാ ഈ രീതിയിൽ കിട്ടി. ഓക്കെ, ഇത് ഒരു മെത്തേഡ്, രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കാണിച്ചത്. ഇനി ഇതേ കോംപ്ലക്സ് നമ്പറിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 - 3 എന്ന് പറഞ്ഞാൽ 2 - 3i ആണ്. -2, 1 എന്ന് പറഞ്ഞാൽ -2 + i ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, 2 ഇൻറ്റു 2വിനെ നമ്മൾ -2 + i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തത് -3i വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴോ -3i ഇൻറ്റു ബ്രാക്കറ്റിൽ -2 + i വരും. അപ്പോൾ 2 വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഇൻറ്റു -2 -4 വരും. പിന്നെ 2 ഇൻറ്റു i + 2i വരും. -3i ഇൻറ്റു -2 6i വരും. പിന്നെ -3i ഇൻറ്റു i ആണ്. അപ്പോൾ -3i² വരും. ഓക്കെ,
അവിടെ ഐ സ്ക്വയർഡ് വരുന്നിടത്ത് നമ്മൾ എത്ര കൊടുക്കണം? ഐ സ്ക്വയർഡ് വരുന്നിടത്ത് -1 ഇട്ട് കൊടുത്തു. അപ്പം ഈ ഐ സ്ക്വയർഡ് വരുന്നിടത്ത് -1 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? +3 ആവും. പിന്നെ ഈ 2iയും 6iയോടെ ചേരുമ്പോൾ 8i ആവും. -4 അതേപോലെ നിർത്തുന്നു. -4 + 3 എന്ന് വെച്ചാൽ -1 + 8i നമുക്ക് ഓർഡേർഡ് പെയർ -1, 8 എന്ന് എഴുതാം. അപ്പോൾ LHS = RHS കിട്ടും. ഓക്കെ, അപ്പം ഈ രണ്ട് രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. റിസൾട്ട് പഠിച്ചു വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ 3 കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. റിസൾട്ട് 2, 1. ആദ്യം നമുക്ക് 3,1ഉം 3,-1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 3,1ഉം 3,-1ഉം 3,1നെ 3 + i × 3 - i. 3,1 3 + iയും 3,-1 3 - i. അപ്പോൾ 3 + i × 3 - i എന്ന് പറഞ്ഞാൽ ഏത് റിസൾട്ട് പോലെ വന്നിരിക്കുന്നത്? a + b × a - b പോലാണ്. a + b × a - b നമ്മൾ എങ്ങനെ എഴുതുന്നത്? a² - b² എന്ന് എഴുതുന്നു. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാണ്? എയുടെ സ്ഥാനത്ത് b ആണ്, 3 ആണ്. ബിയുടെ സ്ഥാനത്തോ i മാത്രമല്ലേ തന്നിട്ടുള്ളൂ. അപ്പം i മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഐയുടെ കോയിഫിഷ്യൻ നമ്മൾ എത്ര ആയിട്ട് എടുക്കണം? ഇവിടെ 1 ആയിട്ട് എടുക്കണം. 3 + i × 3 - i എന്ന് പറയുന്നത് a + b × a - b പോലെ ചിന്തിക്കാം. a എന്ന് പറയുന്നത് റിയൽ പാർട്ടും b എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമായിട്ട്, അല്ലെങ്കിൽ b എന്ന് പറയുന്നത് i ആയിട്ട് എടുക്കുന്നു. ഓക്കെ, b എന്ന് പറയുന്നത് i ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? a² എന്ന് പറഞ്ഞാൽ 3² വരും, -b² i² വരും. i² വില എത്ര? i² വില -1 ആണ്. അപ്പം 9 - -1 9 + 1 10 വരും. അപ്പം ഇതിൻ്റെ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. 10 × 1/5, 1/10നെ നമുക്ക് 1/5a + 1/10i എന്ന് എഴുതാം. അപ്പം 10 × 1/5a + 1/10i ആണ്. 10 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ റിയൽ പാർട്ടിനെ ഡിവൈഡ് ചെയ്താൽ 10/5 വരും, പ്ലസ് ഇമാജിനറി പാർട്ടിനെ ഡിവൈഡ് ചെയ്താൽ 10/10 × i വരും. 10/5 2 വരും. 10ഉം 10ഉം ക്യാൻസൽ ആകുമ്പോൾ 1 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + i. അതിനെ ഓർഡേർഡ് പെയർ 2, 1 എന്ന് എഴുതി. അപ്പോൾ LHS = RHS കിട്ടി. ഓക്കെ, അപ്പം ഇതേപോലെ രണ്ടോ അതിലധികമോ കോംപ്ലക്സ് നമ്പർ തന്നാലും നമുക്ക് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. റിയൽ പാർട്ട് ഓഫ് IZ എന്ന് പറയുന്നത് മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് Z ആണെന്ന് തെളിയിക്കണം. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇസഡിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു? Z = x + iy എന്ന് എടുക്കുന്നു. അപ്പം i × ഇസഡിന് പകരം x + iy കൊടുക്കുന്നു. i അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ix ഇതാ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ടിൻ്റെ ബ്രാക്കറ്റിൽ i അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ i × x i വരും, പ്ലസ് i² y വരും. ഓക്കെ, i² വരെ നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ്? -1 ആണ്. അപ്പോൾ റിയൽ പാർട്ടിൻ്റെ ബ്രാക്കറ്റിൽ ix - y എന്ന് വരും. നമുക്ക് റിയൽ പാർട്ട് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ റിസൾട്ട് എത്ര വരും? -y വരും. റിയൽ പാർട്ട് എന്ന് വെച്ചാൽ എത്ര വരുന്നത്? റിയൽ പാർട്ട് അത് ഈ ix - iy എന്ന് പറയുന്നതിന് നമുക്ക് -y + ix എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ -y + ix എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് ഓഫ് Z എത്രയാണ്? അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ -y വരും. അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ x വരും. അപ്പം റിയൽ പാർട്ടിനെ നമുക്ക് -y എന്നെടുത്തുക. -y എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ Z = x + iy അല്ലേ, അതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. അപ്പം -y എന്ന് പറഞ്ഞ് ഇമാജിനറി പാർട്ട് ഓഫ് Z വരും. മനസ്സിലായോ? അപ്പോൾ റിയൽ പാർട്ട് ഓഫ് IZ i × x + iy കൊടുത്തു. i അകത്തോട്ട് മൾട്ടിപ്ലൈ ix - y കിട്ടി. അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് -y ആണ്. അപ്പോൾ -y എന്ന് പറഞ്ഞാൽ y നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് ആയതുകൊണ്ട് മൈനസ് ഇമാജിനറി പാർട്ട് വരും. ഓക്കെ, ഇനി ഇവിടെ റിയൽ പാർട്ടിന് പകരം ഇമാജിനറി പാർട്ടായിരുന്നു ചോദിച്ചിരിക്കുന്നതെങ്കിലോ? ഇവിടെ ഇമാജിനറി പാർട്ടായിരുന്നു ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇമാജിനറി പാർട്ട് ഓഫ് ix - iy എഴുതാനായിരുന്നെങ്കിലോ? ഇമാജിനറി പാർട്ട് x തന്നെയാണ്. ആ x എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഇമാജിനറി പാർട്ട് ഓഫ് Z വന്നേന്. മനസ്സിലായോ? അതായത് ഇവിടെ റിയൽ പാർട്ട് ചോദിച്ചത് കൊണ്ട് -y കിട്ടി, അത് മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് Z. ഇനി ഇവിടെ റിയൽ പാർട്ടിന് പകരം ഇമാജിനറി പാർട്ടായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ റിസൾട്ട് എന്ത് എഴുതണേ? x എഴുതണേ. x എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ Z = x + iy ആണ്. ആ കോംപ്ലക്സ് നമ്പർ ഇമാജിനറി പാർട്ടല്ല, ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടാണ്. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടായിരിക്കും Z എന്ന് പറയുന്നത്. മനസ്സിലായോ? വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതി കാണിക്കാമേ ആ ഒരു ക്വസ്റ്റ്യനെ. ഇപ്പോൾ റിയൽ പാർട്ട് മനസ്സിലായല്ലോ. ഇനി ഇമാജിനറി പാർട്ട് ഓഫ് IZ ആയിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ എങ്ങനെ ചെയ്തേനെ? ഇമാജിനറി പാർട്ട് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് i × Z നമ്മൾ x + iy എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ്
ഐ അകത്തോട്ട് മൾട്ടിപ്ലൈ ഐ എക്സ് പ്ലസ് ഐ സ്ക്വയർഡ് വൈ വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് ഐ എക്സ് പ്ലസ് ഐ സ്ക്വയർഡ് മൈനസ് 1 അപ്പോൾ മൈനസ് 5 വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് ആരാണ്? എക്സേ ഉള്ളൂ. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇസഡിൻ്റെ റിയൽ പാർട്ടാണ്. റിയൽ പാർട്ട് ഓഫ് ഇസഡ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് തെളിയിച്ചു? ഇമാജിനറി പാർട്ട് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആണെന്നും തിരിച്ച് റിയൽ പാർട്ട് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് മൈനസ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ആണെന്നും തെളിയിച്ചു. ഈ രണ്ട് ക്വസ്റ്റിനും പ്രൂവ് ദാറ്റിന് തിരിച്ചോ മറിച്ചോ ചോദിക്കാവുന്ന ക്വസ്റ്റിനാണ്. ഓക്കെ ആണല്ലോ. അതെന്താ ഇവിടെ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇമാജിനറി പാർട്ട് ഓഫ് ഐ ഇസഡ് എന്താ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇമാജിനറി പാർട്ട് ഓഫ് ഐ ഇസഡ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആണ്, അതും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്തത് ഷോ ദാൻ 1 പ്ലസ് ഇസഡിൻ്റെ സ്ക്വയറിനെ നമുക്ക് 1 പ്ലസ് 2z പ്ലസ് ഇസഡ് സ്ക്വയർഡ് എന്ന് തെളിയിക്കണം. അപ്പോൾ LHS ഈക്വൽ ടു RHS എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഏതെടുക്കുന്നു? RHS എടുക്കുന്നു. RHS ആരാണ്? 1 പ്ലസ് 2z പ്ലസ് ഇസഡ് സ്ക്വയർഡ് എടുക്കുന്നു. അവിടെ ഇസഡിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് പ്ലസ് ഐ വൈ ഇട്ട് കൊടുക്കാം. അപ്പം 1 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ വരും, പ്ലസ് എക്സ് പ്ലസ് ഐ വൈയുടെ ഹോൾ സ്ക്വയർഡ് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2iy വരും. ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് പോലെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡിൻ്റെ എക്സ്പാൻഷൻ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് 2ab ആണ്. അപ്പം ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർഡ് വരും പ്ലസ് എന്താണ് ഐ വൈയുടെ സ്ക്വയർ വരും. എക്സ് സ്ക്വയർഡ് പ്ലസ് ഐ വൈയുടെ സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു ഐ വൈ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർഡ് വരും. ഐ വൈയുടെ സ്ക്വയറിനെ നമുക്ക് പ്ലസ് ഐ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് എന്ന് എഴുതാം. പ്ലസ് എന്ത് വരും? പ്ലസ് 2x ഐ വൈ വരും. ഈ ഐ സ്ക്വയർഡിന് വരെ എന്ത് കൊടുക്കണം? -1 കൊടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ് പ്ലസ് 2x ഐ വൈ എന്ന് വരും അതിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പം ഇതിന് വരെ നമുക്ക് എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ് പ്ലസ് 2ixy എന്ന് എഴുതി. ഇനി റിയൽ പാർട്ടിനെ ഗ്രൂപ്പ് ചെയ്യാം. റിയൽ പാർട്ട് ഐ ഇല്ലാത്ത പാർട്ടാണ്. അപ്പം 1 പ്ലസ് 2x പ്ലസ് എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ് ഇത് ഇത്രയും റിയൽ പാർട്ട് വരും. ഇമാജിനറി പാർട്ട് ഐ ഉള്ള പാർട്ടാണ്. അപ്പോൾ ഐ കോമൺ എടുത്താൽ 2yയും 2xy വരും. അതിനകത്ത് രണ്ടിനകത്തും ഐ 2y കോമൺ എടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഐ 2y ഇങ്ങനെ കോമൺ പോയാൽ ഇവിടെ ബ്രാക്കറ്റ് 1 വരും. ഇവിടെ ഐ 2y കോമൺ എടുത്താൽ ബ്രാക്കറ്റ് എക്സ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? RHS കിട്ടി. ഇനി LHS കൂടെ കണ്ടു നോക്കാം. LHS എന്താണ്? 1 പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർഡ് അല്ലേ. അപ്പം 1 പ്ലസ് ഇസഡിന് വരും എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർഡ് വരും. ഇത് ഏത് റിസൾട്ട് പോലാണ്? ഇത് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർഡ് പോലാണ്. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർഡ് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് സി സ്ക്വയർഡ് പ്ലസ് എന്ത് വരും? പ്ലസ് 2ab വരും പ്ലസ് 2bc പ്ലസ് 2ac വരും. ഇതാണ് എ പ്ലസ് ബി പ്ലസ് ഇത് ഹോൾ സ്ക്വയർ. അപ്പോൾ അതനുസരിച്ച് 1 സ്ക്വയർഡ് 1 വരും. ഇത് എക്സ് ആണ്, എക്സിൻ്റെ സ്ക്വയർ വരും. അടുത്ത മൂന്നാമത്തെ ടൈം എന്താണ്? ഐ വൈയുടെ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടോട്ട് എക്സ്പാൻഷൻ ചെയ്ത് കാണിക്കാം. 1 വരും, ആദ്യത്തേത് 1, അടുത്ത ടൈം എക്സ് സ്ക്വയർഡ് വരും, അടുത്തത് ഐ വൈയുടെ സ്ക്വയർ വരും. അപ്പോൾ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് സി സ്ക്വയർഡ് 2ab എന്ത് വരും? 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് ആണ് 2ab പ്ലസ് 2ac 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഐ വൈ ആണ് പ്ലസ് അടുത്തതോ 2 ഇൻറ്റു 1 ഇൻറ്റു ഐ വൈ വരും. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർഡ് അതേപോലെ നിർത്തുന്നു. ഇവിടെ ഐ വൈ സ്ക്വയർഡ് അല്ലേ, അതിനെ നമുക്ക് ഐ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് എന്ന് എഴുതാം. ഐ സ്ക്വയർഡിൻ്റെ വാല്യൂ -1, അപ്പം മൈനസ് വൈ സ്ക്വയർഡ് വരും. അടുത്തിട്ട് ഇതുണ്ട് 1 പ്ലസ് എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ്. ഇത് 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് 2x വരുന്നു. 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ 2ixy വരുന്നു. 2 ഇൻറ്റു 1 ഇൻറ്റു ഐ വൈ 2iy വരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. റിയൽ പാർട്ട് ഒരു ബ്രാക്കറ്റിലാക്കുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ് പ്ലസ് 2x ഇത് ഇത്ര റിയൽ പാർട്ടാണ്. പ്ലസ് ഐ വരുന്ന ടൈം ഇമാജിനറി പാർട്ട്, അതിൽ നിന്ന് 2iy കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ 1 പ്ലസ് എക്സ് വരും. ഇവിടെ LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി നമ്മുടെ റിസൾട്ടായി. ഓക്കെ ആണല്ലോ. ഇതും പ്രൂവ് ദാറ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയട്ടെ. സോൾവ് ദ ഇക്വേഷൻ z സ്ക്വയർഡ് പ്ലസ് z പ്ലസ് 1 ഈക്വൽ ടു 0 ഫോർ z ഈക്വൽ ടു xy ബൈ റൈറ്റിംഗ് xy ഇൻറ്റു xy. ഇസഡിന് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തു? xy ഇട്ട് കൊടുത്തു. അപ്പം xy ഇൻറ്റു xy പ്ലസ് ഇസഡിന് xy ഇട്ട് കൊടുത്തു. 1ന് പകരം 1 0 ഇട്ട് കൊടുത്തു. ഈക്വൽ ടു 0 0 ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് ആരുടെ വില കണ്ടുപിടിക്കണം? എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. മനസ്സിലാകാം. അതായത് ഈ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ z സ്ക്വയർഡ് പ്ലസ് z പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ, അതിനെ നമ്മൾ സോൾവ് ചെയ്ത് ആരുടെ വാല്യൂസ് കണ്ടുപിടിക്കണം? എക്സും വൈയും കണ്ടുപിടിക്കണം. ഓക്കെ,
അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇസഡിൻ്റെ പ്ലേസിൽ എന്താ കൊടുക്കേണ്ടത്? എക്സ് വൈ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇസഡ് സ്ക്വയർഡ് പ്ലസ് ഇസഡ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ എങ്ങനെ മാറി? എക്സ് വൈ ഇൻറ്റു എക്സ് വൈ പ്ലസ് എക്സ് വൈ പ്ലസ് 10 ഈക്വൽ ടു 0 എഴുതി. എക്സ് വൈ ഇൻറ്റു എക്സ് വൈ രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതിന് നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യുന്നു? x1, y1 ഇൻറ്റു x2, y2 എന്താണ് റൂള്? ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. x1 x2 മൈനസ് y1 y2 ഓർഡേഡ് പേർ x1 x2 മൈനസ് y1 y2 കോമ എന്ത് വരും? x1 y2 പ്ലസ് y1 x2. ഓക്കെ, അപ്പം ഈ റിസൾട്ട് അനുസരിച്ച് ഇവിടെ x1ൻ്റെ സ്ഥാനത്ത് ആരാണ്? x1ൻ്റെ സ്ഥാനത്തും x ആണ്, x2ൻ്റെ സ്ഥാനത്തും x ആണ്. അതേപോലെ y1ൻ്റെ സ്ഥാനത്തും x ആണ്, y2ൻ്റെ സ്ഥാനത്ത് അല്ല y1ൻ്റെ സ്ഥാനത്തും y ആണ്, y2ൻ്റെ സ്ഥാനത്തും y ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും റിസൾട്ട്? x1 x2 x ഇൻറ്റു എക്സ് വരും, അപ്പം എക്സ് സ്ക്വയർഡ് വരും. പിന്നെ y1 y2 y ഇൻറ്റു y y സ്ക്വയർഡ് എക്സ് സ്ക്വയർഡ് മൈനസ് y സ്ക്വയർഡ് കോമ x1 y2 അത് എക്സ് വൈ വരും, y1 x2 അതും എക്സ് വൈ വരും. അപ്പം എക്സ് വൈ പ്ലസ് എക്സ് വൈ, അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ റിസൾട്ട് അനുസരിച്ച് ഇങ്ങനെ കിട്ടി. കോമ എക്സ് വൈ പ്ലസ് 1,0 വരും. ഓക്കെ, ഇനി നമുക്ക് ഈ 3 കോംപ്ലക്സ് നമ്പറോട് ആഡ് ചെയ്യുമല്ലേ? അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് വരും റിയൽ പാർട്ട് ആഡ് ചെയ്യുമ്പോൾ. ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുമ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് വൈ നമുക്ക് 2xy എന്നതാ, 2xy പ്ലസ് വൈ പ്ലസ് 0 വരും. അപ്പോൾ ഇത് കിട്ടും. ഇതേ ഈക്വൽ ടു എന്താണെന്ന് തന്നിട്ടുണ്ട്? 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യം ഈ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു, ആ റിസൾട്ട് എഴുതി. അതിനുശേഷം ഈ 3 കോംപ്ലക്സ് നമ്പറും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. റിയൽ പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്തു, അതേപോലെ ഇമാജിനറി പാർട്ടിനെ സെപ്പറേറ്റ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ സോൾവ് ചെയ്യണം. അപ്പം ഇത് രണ്ടും 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഈ ഓർഡേഡ് പേർ ഈ പ്രോഡക്റ്റും 0 ആവും, ഈ പ്രോഡക്റ്റും 0 ആവും. അപ്പം നോക്കിയട്ടെ, ആ രണ്ട് പ്രോഡക്റ്റും 0 ആണെങ്കിൽ എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 1 0 ആവും, 2xy പ്ലസ് വൈ ഈക്വൽ ടു 0. ആദ്യം നമുക്ക് രണ്ടാമത്തെ ടൈമിനെ ഈക്വൽ ടു 0 എന്നെടുക്കാം. അപ്പം y ഇൻറ്റു 2x പ്ലസ് 1 ഈക്വൽ ടു 0 ആവും. അപ്പം ഒന്നുകിൽ ആര് 0 ആണ്? y 0 ആണ്. ഒരിക്കലും ഈ ഒരു കോംപ്ലക്സ് എണ്ണത്ത് ആര് 0 ആകത്തില്ല? y 0 ആകത്തില്ല. ഓക്കെ, ഈ കോംപ്ലക്സ് എണ്ണത്ത് ആര് 0 ആകുന്നില്ല? y 0 ആകുന്നില്ല. അപ്പം നമ്മൾ ആര് 0 ആയിട്ട് എടുക്കുന്നു? 2x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. അപ്പോൾ 2x പ്ലസ് 1 0 ആണെങ്കിൽ 2x ഈക്വൽ ടു -1 വരും, എക്സിൻ്റെ വാല്യൂ -1/2 നിൽക്കും. അതവിടെ നമ്മൾ കണ്ടുപിടിച്ച് നിർത്തി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ എടുക്കുന്നത് ഏതാണ്? എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എടുക്കുന്നു. ആ എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനകത്ത് വൈക്ക് നമ്മൾ 0 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അതൊരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് മൈനസ് 4ac/2 ആണ്. അവിടെ എക്സ് സ്ക്വയർഡിൻ്റെ കോയിഫിഷ്യൻറ്റിനെയാണ് നമ്മൾ എ ആയിട്ട് എടുക്കുന്നത്, അത് 1 ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിനാണ് ബി ആയിട്ട് എടുക്കുന്നത്, അതും 1 ആണ്. കോൺസ്റ്റൻറ്റിനെയാണ് സി ആയിട്ട് എടുക്കുന്നത്, അത് 1 ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള റൂളാണ്. സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിൽ എക്സ് സ്ക്വയർഡിൻ്റെ കൂടെ വരുന്നത് എക്സ്, എക്സിൻ്റെ കൂടെ വരുന്നത് അല്ലെ എക്സ് സ്ക്വയർഡിൻ്റെ കൂടെ വരുന്നത് എ, എക്സിൻ്റെ കൂടെ വരുന്നത് ബി, കോൺസ്റ്റൻറ്റ് സി. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർഡ് മാത്രമേ ഉള്ളൂ, 1x സ്ക്വയർഡ് ആണ്. അപ്പോൾ എ 1 ആവും. പിന്നെ എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എക്സ് ആണ്, അപ്പം ബിയും 1 ആണ്, കോൺസ്റ്റൻറ്റ് സി ആണ്. അപ്പോൾ ആ വാല്യൂ ഇട്ട് കൊടുത്ത് -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 - 4/2 ഇൻറ്റു 1 ആണ്. 1 - 4 -3 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ടിനകത്ത് -3/2a വരും. ഓക്കെ, റൂട്ടിനകത്ത് -3 വന്നാൽ നിങ്ങൾ പഠിച്ചു വെച്ചോണേ, റൂട്ടിനകത്ത് മൈനസ് വന്നാൽ ആ മൈനസിന് വരെ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ i സ്ക്വയർഡ് ആണ്. അതായത് റൂട്ടിനകത്ത് ദാ ഇങ്ങനെ ഒരു മൈനസ് സിമ്പൽ വന്നാൽ ആ മൈനസിൻ്റെ പ്ലേസിൽ നിങ്ങൾ എന്തിട്ട് കൊടുക്കണം? i സ്ക്വയർഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ റൂട്ട് ഓഫ് i സ്ക്വയർഡ് ഇൻറ്റു 3 വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്ര വരും? 2 ഉണ്ട്. റൂട്ടിനകത്ത് i സ്ക്വയർഡ് അല്ലേ, ആ റൂട്ടിനകത്ത് കിടക്കുന്ന i സ്ക്വയർഡ് റൂട്ടിൻ്റെ വെളിയിൽ വരുമ്പോൾ i ആകുന്നു, i √3/2 എന്ന് റിസൾട്ട് കിട്ടുന്നു. അപ്പം എക്സ് എന്ന് പറയുന്ന ഏത് പാർട്ടാണ്? നമ്മൾ പഠിച്ച റിസൾട്ട് അനുസരിച്ച് എക്സ് റിയൽ പാർട്ടാണ്. റിയൽ പാർട്ട് ആണെങ്കിൽ അതിനകത്ത് i വരുമോ? ഇല്ല. പക്ഷെ ഇവിടെ നോക്കിയേ i വന്നില്ലേ, അപ്പം ഈ ഒരു സൊല്യൂഷൻ പോസിബിൾ ആണോ? അല്ല. അപ്പോൾ y ഈക്വൽ ടു 0 എന്ന് പറയുന്ന സൊല്യൂഷനും പോസിബിൾ അല്ല. y 0 ആകുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വില -1 പ്ലസ് ഓർ മൈനസ് i √3/2 അതും എന്തല്ല പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ആ രണ്ട് കേസും ഈ ഒരു കേസ് എടുത്താൽ ഇത് പോസിബിൾ അല്ല എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇപ്പുറത്തെ പാർട്ട് എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ്
പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എടുക്കുന്നു. അവിടെ നമ്മൾ എക്സിന് ഏത് വില കൊടുക്കുന്നു? -1/2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എക്സിന് -1/2 കൊടുത്താൽ -1/2ൻ്റെ സ്ക്വയർ -y² -1/2 പ്ലസ് 1 ഈക്വൽ ടു 0. -1/2ൻ്റെ സ്ക്വയർ 1/4 ആണ്. പിന്നെ ഈ -y² നമ്മൾ ഇക്വേഷൻ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് അത് y² ആയി. -1/2ൻ്റെ സ്ക്വയർ 1/4 വരും. -1/2 -1 വരും. ആദ്യം നമുക്ക് -1/4 -1/2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലേ മതിയല്ലോ. അതെങ്ങനെയാണെന്ന് അറിയാമോ? നോക്കിയട്ടെ. 1/4 -1/2 ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 2 വരും. -1 × 4 4 വരും. ഡിനോമിനേറ്റർ 2 × 4 8 വരും. ഓക്കെ. 2 - 4 എത്രയാണ്? 2 4 -2 -2/8 ആണ്. അതിനെ നമുക്ക് 2 വെച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് -1/4 വരും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താണ് -1/4 പ്ലസ് 1 ഈക്വൽ ടു y² വരും. ഇനി -1/4 പ്ലസ് 1 എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത്? 1ൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് 1 ആക്കാം. അവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -1 × 1 -1 പ്ലസ് 4 × 1 4 വരും. ഡിനോമിനേറ്റർ 1 × 4 4 വരും. -1 പ്ലസ് 4 3/4 വരും. ഓക്കെ. അപ്പോൾ 3/4 ഈക്വൽ ടു y² വരും. 3/4 y² ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര വരും? +√3/4 വരും. അതിനെ നമുക്ക് +√3/2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില -1/2 ആകുമ്പോൾ വൈയുടെ വില √3/2 വരും. അതേപോലെ തന്നെ എക്സിൻ്റെ വില -1/2 ആകുമ്പോൾ വൈയുടെ വില -√3/2 വരും. ഇതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എക്സിന് XY കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ആഡ് ചെയ്തു. ആദ്യം നമ്മൾ രണ്ടാമത്തെ ടേമിനെ ഈക്വൽ ടു 0, ഇതിനെ 0 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തു. y 0 വന്നു, അതൊരിക്കലും പോസിബിൾ ആവത്തില്ല. പിന്നെ 2x + 1 0 കൊടുത്തു. അവിടെ എക്സിൻ്റെ വില -1/2, അത് നമ്മളിവിടെ കീപ്പ് ചെയ്തു. പിന്നെ y = 0 എന്ന വില ആദ്യത്തെ ഇക്വേഷനകത്ത് കൊണ്ട് കൊടുത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പം അതിനകത്ത് റിയൽ പാർട്ട് i വന്നു, അതൊരിക്കലും പോസിബിൾ അല്ല. പിന്നെ നമ്മൾ ഈ ഇക്വേഷനകത്ത് എക്സിന് -1/2 ഇട്ട് കൊടുത്ത് വൈയുടെ വില കണ്ടുപിടിച്ചു. അങ്ങനെ എക്സിൻ്റെ വില -1/2 എന്നും വൈയുടെ വില +/√3/2 എന്ന് സൊല്യൂഷൻ ആക്കി എടുത്തു. അപ്പം 2 സൊല്യൂഷൻ കിട്ടി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയാണ് നമുക്ക് എക്സ്ട്രാ പ്രോബ്ലംസ് ആയിട്ട് ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചോണം. ബാക്കിയുള്ള ടോപ്പിക്സ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് എടുക്കാം. ഓക്കെ.